അങ്ങനെ ഞങ്ങൾ താഴത്തുനിന്ന് ലിഫ്റ്റൊക്കെ കയറി ഇതേ വീടിൻ്റെ ഉമ്മർത്ത് ഇറങ്ങിയിട്ടോ. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ പോവാം. അപ്പോൾ കുഞ്ഞുമാളൂന് ആ ഗിഫ്റ്റ് ഇങ്ങനെ തുറക്കാൻ അങ്ങനെ മുട്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കണം. അത് ഗിഫ്റ്റ് കിട്ടിയുണ്ടെന്നല്ല, ഏട്ടനെ കണ്ടുകൊണ്ടാണ് കേട്ടോ ഇത്രയ്ക്ക് സന്തോഷം. അപ്പോൾ അതേ ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ കയറി. ഇനി അതാ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ പിച്ചി പറച്ച് അതൊക്കെ കളഞ്ഞപ്പോൾ തുറക്കണ കാണാം കേട്ടോ. നേരെ പോകുന്നത് ബാൽക്കണിക്കാണ്. അവിടെ ഇരുന്നിട്ടാണ് ആശാത്തിയുടെ അത് പിച്ചി പറിച്ച് ഓപ്പൺ ചെയ്യുന്നത്, ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യണത് കേട്ടോ. അപ്പം ഞാനിതവിടെ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് ഞാനും ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ അതാ ഏട്ടനും അനിയത്തിയും കൂടിയിട്ട് ബാൽക്കണിയിൽ നിന്നിട്ട് അത് പിച്ചി പറിക്കണുണ്ടോ, രണ്ടാളും കൂടിയിട്ട്. ഏട്ടനാണ് ഹെൽപ്പ് ചെയ്യണം. ഏട്ടനാണ്, കുഞ്ഞുമാളും അല്ല കേട്ടോ പിച്ചി പറിക്കുന്നത്. സോറി ഗൈസ്. അപ്പോൾ എന്തായാലും അതിലെ ഒരു കുഞ്ഞുമാള് നന്നായിട്ട് ബുക്ക് വായിക്കില്ല, കഥയൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുമാളുവിന്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴും കുറച്ച് ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞാൻ ഇവിടെ വെറുതെ ഒരു ഭംഗിക്ക് നല്ലൊരു ഡോളിനെയും അതിൻ്റെ കൂടെ ഒരു എന്താ പറയുക ഒരു ബുക്കും ഒരു കഥാ ബുക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഡോള് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിന് ഈ എന്താ പറയുക നെയിൽ ആർട്ടൊക്കെ ചെയ്ത നെയിലും ഒക്കെ ഉണ്ടായ നല്ലൊരു ഡോളായിരുന്നു. കഥയൊക്കെ വായിച്ചു. കുട്ടിയിലെ കയറ്റാൻ വലിച്ചോണ്ട് പോണ്ടേന്നാണ്. Across saw the eagle, grab the lamb and fly away. He thought it must be easy to do so. The crow decided to copy the eagle. He flew around, flapping his wings hard. അപ്പോൾ അതാ ഞങ്ങൾ കുറച്ച് നേരം ബാൽക്കണിയിലൊക്കെ നിന്ന് അവിടുത്തെ എന്താ പറയുക കാഴ്ചകളൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു കേട്ടോ. നല്ല രസമാണ് അവിടെ നിന്നൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെ തന്നെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്. ആ ബെഞ്ചിലിരിക്കാനും നല്ല രസമാണ് കേട്ടോ. അധിക സമയവും ഞാനും അതെ നകുലും അതെ രണ്ടുപേരും ഇവിടെ ഇരിക്കാറ്, സോഫയിലൊന്നുമല്ല. നല്ല രസമാണ് ഇവിടെ, നല്ല കാറ്റുമുണ്ട്. പിന്നെന്താ മുന്നിൽ തന്നെ ആലുവ പുഴയും ശിവൻ്റെ അമ്പലവും എല്ലാം ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. കുഞ്ഞുമോള് കുറേ നേരം ചിത്രമൊക്കെ നോക്കിയിരുന്നു. ഏട്ടൻ കുറേ നേരം കഥയൊക്കെ പറഞ്ഞു. അവർ ഇന്നലെ ഈ വീഡിയോ എടുക്കണതിൻ്റെ തലേ ദിവസം ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓടക്കുഴൽ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിളിയായിരുന്നു അത്. പക്ഷെ ഓടക്കുഴൽ ഊതലായിരുന്നു. അപ്പം എന്തായാലും അതുതന്നെയായിരുന്നു പണി ഉണ്ടായിരുന്ന രണ്ടുപേർക്കും. അത് കഴിഞ്ഞപ്പോൾ എന്താ പറയുക നമ്മളുടെ ആ ഡോളിനെയൊക്കെ കൈ പിടിച്ചു, അതൊക്കെ പൊളിച്ചു. അതിൻ്റെ നെയിലൊക്കെ കുറേ നെയിലുണ്ട്. ശരിക്കും അത് ഗമ്മുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മളുടെ നെയിലിൽ വയ്ക്കാം. കാരണം നല്ല സൂപ്പർ സാധനമാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമായിരുന്നു. ഇവിടെ ഹാളിൽ ഗൗതമിൻ്റെ അമ്മമാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാൽക്കണിയിൽ വന്നു. ഞാൻ ഫുൾ ടൈം ഇവിടെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് പോവാം. നന്ദു അവിടെ പാക്കിങ്ങിൻ്റെ ഇതിലാണ്. അത് കാണുന്നതാണ് കേട്ടോ ശിവൻ്റെ അമ്പലം. ആലുവ മണപ്പുറത്തൊരു അമ്പലമില്ലേ, ആ അമ്പലമാണ് ഇത്. അങ്ങനെ അപ്പോൾ എന്താ പറയുക, അപ്പോൾ നെക്സ്റ്റ് ഡേ അവർ അബുദാബി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്താണ് ദിലീപിൻ്റെ വീട് കേട്ടോ. ആ അതിപ്പോൾ സൂം ചെയ്താലേ കാണുള്ളൂ. എനിക്ക് ഗോപ്രോയിൽ സൂം ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ സൂം ചെയ്യാത്തത് കേട്ടോ. അവിടെ ഉണ്ട് ദിലീപിൻ്റെ വീട്, അവിടെ എന്തായാലും ഉണ്ട്. അപ്പോൾ എന്തായാലും അപ്പോൾ നമുക്കിത് നന്ദു എന്താ അവിടെ ചെയ്യണമെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ പൊരിഞ്ഞ പാക്കിങ്ങാണ്. ബുക്കൊക്കെ എടുത്ത് വയ്ക്കുക. അങ്ങനെ അവസാനത്തെ ഒരു പണിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ.
ഇവിടെ അല്ലല്ലോ അയാളുടെ വീടുണ്ടാവുക. അതെ, ആ ഫ്ലാറ്റിന്റെ അടുത്തൊരു നീല, അല്ല അതല്ല അവിടെ ഇല്ല, അതന്നെ ഫ്ലാറ്റിന്റെ അടുത്തൊരു നീല വീടുണ്ടാകാൻ തോന്നുന്നു. എന്തായാലും അതാണ് നിവിൻ പോളിയുടെ വീട്. കുഞ്ഞുമാളിന്റെ വെയിറ്റ് നോക്കട്ടെ വെയിറ്റ് നോക്കട്ടെ എത്രയാ. ഓ മൈ ഗോഡ്, 19. നിക്ക് അമ്മ ഇവിടെ നിന്ന് പോയോക്കട്ടെ. ഇവിടെ എന്താ ചെയ്യുന്നത്? നല്ല മണം കേട്ട് വന്നതാ. ഇവിടെ സ്പെഷ്യൽ പുലാവും മട്ടർ പനീറും. ഓക്കെ കഴിക്കും. ഇപ്പം എല്ലാം കഴിക്കും, സ്കൂളിൽ പോയി തുടങ്ങിയ പിന്നെ. ഓ ആശാ, പൊറോട്ട ആണെങ്കിൽ പിന്നെ അതേ കഴിക്കുള്ളൂ. ഗൗതമിൻ്റെ അച്ഛൻ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും കേട്ടോ. ഇങ്ങനത്തെ ഫുഡൊക്കെ ആണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ അപ്പുട്ടനും അതെ, ഇങ്ങനെയൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. സാധാരണ ചോറും മോരൊക്കെ ഉണ്ടാക്കുന്നതിലും സ്വാദ് ഇതുണ്ടാക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് അവരുടെ മീൻസ് അടുക്കളയിൽ നിന്ന് ബാൽക്കണിയിലുള്ള ഒരു വ്യൂ കേട്ടോ, ബാക്ക് സൈഡിലുള്ള ഒരു വ്യൂ. അത് കഴിഞ്ഞിട്ട് ഇവർ കുറേ നേരമായി ഓടി കളിക്കണം. അപ്പോഴേക്കും കുഞ്ഞുമാളിന് വയ്യാണ്ടായി, അപ്പോഴേക്കും എടുത്ത് നടക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ എന്തായാലും ഏട്ടൻ എടുക്കും കേട്ടോ. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ തമ്പനയിൽ ഇട്ടിട്ടില്ലേ, നന്നായിട്ട് എന്താ പറയുക, നല്ല രസമായിട്ട് എടുക്കും. കനമൊക്കെ ഉണ്ട്, എന്നാലും അവൻ എടുത്തോളും. അങ്ങനെ അപ്പോൾ ദേ ഇവരുടെ കളികൾ നടന്നുകൊണ്ടിരിക്കണോ. പിന്നെന്താ വിട്ടയ്യ അമ്മാമിക്ക് എടുക്കുക. കുഞ്ഞുമാള് വേണോ? ആ അയ്യേ അമ്മാമിക്ക് ഇഷ്ടായില്ല. എനിക്കിഷ്ടായി. എനിക്കിഷ്ടായി. അപ്പോൾ അതവിടെ നാമഞ്ചേപ്പൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാണൊരു രാത്രി വ്യൂ. ഇത് രസമാണ് കാണാനല്ലേ, നല്ല രസമാണ്. അപ്പോൾ പണ്ട് അപ്പുട്ടൻ കുഞ്ഞു കുട്ടിയാകുമ്പോൾ ആ പാലം കാണിക്കുമ്പോൾ അപ്പുട്ടന് എപ്പോഴും പറയും, ഓ ഇതാണോ ഒറ്റപ്പാലം എന്ന് എപ്പോഴും ചോദിക്കും കേട്ടോ. അത് കാണുമ്പോൾ എനിക്കിപ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. അത് ആ വെള്ളപ്പാലം കാണുമ്പോൾ സ്ഥിരമായിട്ട് അപ്പുട്ടൻ ചോദിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ, നല്ല കാറ്റും ഉണ്ടാവും. അങ്ങനെ സന്ധ്യയായി കേട്ടോ, അമ്മമാരൊക്കെ പോയി. അപ്പോൾ ഇനി നമുക്ക് വിളക്ക് കൊളുത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ഇവിടെയാണ് വിളക്ക് കൊളുത്തിയിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഈ കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമായി, നല്ല ക്യൂട്ടല്ലേ. അപ്പോൾ കുട്ടികൾ ഇതേ പിന്നിൽ കളിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ സന്ധ്യ നേരത്ത് നമുക്കൊരു ഭക്തിഗാനം കേട്ടാലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കുഞ്ഞുമാളും അമ്മാമ്മയും കൂടിയിട്ട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, കുഞ്ഞുമാളുവിൻ്റെ അമ്മേനെ എങ്ങനെ തല്ലുകൊള്ളിപ്പിക്കാം, അതാണ് ഞങ്ങളിവിടെ ചർച്ച നടത്തുന്നത് കേട്ടോ. കുഞ്ഞുമാളുവിന് എന്തോ വാങ്ങിക്കൊടുത്തില്ല, അതാണ് സംഭവം, അല്ലാണ്ട് ഒന്നുമല്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം കഴിച്ചു. അച്ഛനുണ്ടാക്കിയ പനീർ മട്ടർ കറി, അതുമാതിരി എന്താ പറയുക പുലാവ്, അതൊക്കെ കഴിച്ചു. പിന്നെ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഗോബി മഞ്ചൂരിയനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ദേ 2 അടി കൊടുക്കണം എന്നൊക്കെയാണ് പറയണത് കേട്ടോ ആശാത്തി. അങ്ങനെ അപ്പം നമുക്ക് കാണാം.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ട കഴിക്കുന്ന വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം ഫുഡ് കണ്ടപ്പോൾ വീഡിയോ എടുക്കണ കാര്യം ഞാൻ മറന്നുപോയി. അവസാനം നന്ദു ഓർമ്മിപ്പിച്ചു, അയ്യോ അടുത്ത് വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പം ഞാൻ ഒരു പൊറോട്ട ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോറി ഗൈസ്, അത് കാണിച്ചില്ല. അപ്പോൾ അതാ ഞാൻ എന്തൊക്കെയുള്ളത്, അപ്പോൾ പുലാവ് കാണിച്ചില്ലേ, പിന്നെ അതേ വീറ്റ് പൊറോട്ടയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ പൊറോട്ട എന്ന് പറഞ്ഞാൽ ജീവനാണെന്ന് അറിയാമല്ലോ. പിന്നെ എന്താണ് നമ്മളുടെ അച്ഛനുണ്ടാക്കിയ പനീർ മട്ടർ മസാലയാണ് തോന്നുന്നു, അതെ, അതും നല്ല സ്വാദാണ് കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഈ പുലാവും അത് സൂപ്പർ ടേസ്റ്റായിരുന്നു. അങ്ങനെ പിന്നെ എന്തൊക്കെയുണ്ടായിരുന്നു, പിക്കിളും പപ്പടം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊന്നും ഞാൻ കാട്ടിയില്ല. അവസാനം ഞങ്ങൾക്ക് തിരിച്ചില്ലത്തേക്ക് പോകണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചു. അവർ പിന്നെ സെക്കൻഡ് ട്രിപ്പിലാണ് കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കുഞ്ഞുമാളുമാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇപ്പോൾ വീഡിയോ പിടിച്ചിരിക്കുന്നത് കുഞ്ഞുമാളുമാണ്, അതാണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് പിന്നെന്തായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കഴിക്കൽ കഴിഞ്ഞു. അവസാനം അച്ഛനും അമ്മയും നന്ദു ഇരുന്നിട്ട് കഴിക്കുകയാണ്. നന്ദുവിൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ. അപ്പോൾ നന്ദുവിന് വെളിയിച്ച് കൊടുത്തിരിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ അവരുടെ ഫ്ലാറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം കൂടിയും കുട്ടികൾ കളിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഇല്ലത്തേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇനി സ്കൂളൊക്കെ അടുത്ത കൊല്ലം പൂട്ടുമ്പോഴാണ് കുഞ്ഞുമാള് വരുള്ളൂ കേട്ടോ. സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയതുകൊണ്ട് ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള വരവൊന്നും ഉണ്ടാവില്ല. എപ്പോഴാണോ വെക്കേഷൻ വെച്ചാൽ അപ്പോഴേന്ന് ഇനി വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് കുഞ്ഞുമാള് വരുള്ളൂ. എന്നിട്ട് ഞങ്ങളെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ലിഫ്റ്റിൽ കയറി എല്ലാവരും താഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചൊരു ലിഫ്റ്റിൽ കയറി ഞങ്ങൾ താഴത്തേക്ക് പോവുകയാണ് കേട്ടോ. കുഞ്ഞുമാളൂന് എല്ലാവർക്കും ഉമ്മ കൊടുത്തിട്ട് മതിയാവണമില്ല, കാണുന്നവരെ പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് ഇറങ്ങി ഇതേ കാറ് പുറത്താണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് നടന്നുകൊണ്ടേ പോവുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും അച്ഛനും നകുലും അപ്പൂട്ടനൊക്കെ കുഞ്ഞുമാളും എല്ലാവരും മുന്നിൽ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർത്താനം പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്ന് അവിടെ എത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുമാളു കരയും എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. കാരണം ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പോകുമ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നന്ദു ഒരാഴ്ച മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന ദിവസം അവരൊക്കെ ഇങ്ങോട്ട് വരും, എന്നിട്ട് കരയരുത്, അവർ തിരിച്ചു പോവും, നമ്മൾ അബുദാബിക്ക് പിറ്റത്തെ ദിവസം പോവും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടാണോ എന്നല്ല കുഞ്ഞുമാള് കരഞ്ഞില്ല. അതെനിക്ക് വളരെ അത്ഭുതമായിട്ടോ. ഞാൻ വിചാരിച്ചു അലറി പൊളിക്കുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ എല്ലാവർക്കും ഒക്കെ കൊടുത്ത ആൾ ഹാപ്പി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നടന്നും പോയിക്കാണ്. അപ്പോൾ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് തന്നെയാണ് കേട്ടോ കുഞ്ഞുമാള് ടാറ്റയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇനി പോന്നു. ഇനി അടുത്ത കൊല്ലം കാണാം. ഇനി നമുക്കൊരു ജനഗണമന കേട്ടാലോ.
അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇവിടെ തീരാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കേട്ടോ. അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരയ്ക്കും ടാറ്റ, ബൈ. അടുത്ത വീഡിയോ ഒരു അടിപൊളി 4 മണി പലഹാരമാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി സ്വാദാണ്. അപ്പോൾ നമുക്ക് അത് കാണാം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ.